ഉസ്താദെ ഇവന് 18ഉം 20ഉം വയസ്സേ ആയുള്ളൂ, ഇവൻ കഞ്ചാവ് വലിക്കുന്നു, ഇവൻ വാപ്പാനെ തല്ലാൻ കൈവെക്കുന്നു, ഉമ്മയെ ചീത്ത വിളിക്കുന്നു. ഉസ്താദെ ഇവന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയെ? പടച്ചവനെ, മക്കള് കാരണം കരയുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ഈ ഹാഫിളീങ്ങൾ സനദ് വാങ്ങുന്ന മജ്ലിസിൽ വന്നിരുന്ന് ദുആ ചെയ്താൽ ആ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും എൻ്റെ മക്കൾ നന്നാകുമല്ലോ എന്ന് ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈ സദസ്സിൽ മക്കള് കരയുന്നവരുണ്ട്. മക്കള് കരയുന്നത് എന്തിനു വേണ്ടിയാ? പടച്ചവനെ, എൻ്റെ വാപ്പയ്ക്ക് 50ഉം 55ഉം 60ഉം വയസ്സായി, ഈ ചങ്ങാതി നന്നാകുന്നില്ലല്ലോ അല്ലാ. എന്റെ വാപ്പ എന്തേ നന്നാകാത്തത്? പടച്ചവനെ, എന്റെ വാപ്പയുടെ മുടിയെല്ലാം നരച്ചിരിക്കുകയാണ്, ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പടച്ചവനെ, വാപ്പ നന്നാകുന്നില്ലല്ലോ, ഉമ്മ നന്നാകുന്നില്ലല്ലോ. വാപ്പയുടെ ദുസ്വഭാവങ്ങൾ മാറാൻ, ഉമ്മയുടെ ദുസ്വഭാവങ്ങൾ കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മക്കൾ ഈ സദസ്സിലുണ്ടടോ. മക്കൾ ചോദിക്കുകയാണ്, 40 വയസ്സ് കഴിഞ്ഞാൽ, പ്രായമായാൽ ഏതൊരു മനുഷ്യനും നന്നാകുമല്ലോ. പടച്ചവനെ, എന്തുകൊണ്ടാണ് എൻ്റെ വാപ്പ നന്നാകാത്തത്, എൻ്റെ ഉമ്മ നന്നാകാത്തതിന്റെ കാരണം എന്താണ്? സങ്കടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ടടോ. മക്കൾ കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടമുണ്ടല്ലോ, ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം എങ്ങോട്ടാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ജീവിതമാണ് ഇന്നത്തെ വിദ്യാർത്ഥികളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബേ, എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം? എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദര, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടിയതാ അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. അല്ലെങ്കിൽ പടച്ചവനെ, യഥാ യാത്രയിൽ വഴിയോരത്ത് വെച്ച് കണ്ടവനാണ്. അവര് രണ്ടുപേരും തമ്മിൽ വല്ലാത്ത പ്രണയമായി, ഒരിക്കലും പിരിയാൻ കഴിയാത്തതുപോലെ അവരുടെ ആത്മാർത്ഥ സ്നേഹമായി. അവസാനം പടച്ചവനെ, മുസ്ലിമായ പെൺകുട്ടി അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഒളിച്ചോടി പോകുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. അവിടെ ആ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചു വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാ. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആ പൊന്നുമോളെ തല്ലുകയാണ്. അതാ തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടപ്പോ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് ഓടി വരികയാണ്. എന്റെ പൊന്നുമോളെ ഒരാൾ പോലും തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവ് പറയുകയാ, മോളെ, അവനെ മറക്കണം മോളെ, അവനുമായിട്ട് ഇനി ഒരിക്കലും നിനക്കൊരു ബന്ധമില്ല. അവന് പടച്ചവനെ നമ്മുടെ മതം പോലുമല്ല. 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് തന്റെ പൊന്നാര മകളുടെ മുമ്പിലിരുന്ന് കരയുകയാ. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉപദേശിക്കുകയാ. ആ പൊന്നുമോളുടെ തീരുമാനത്തിൽ 1% പോലും മാറ്റമില്ല. അവൾ ഉറച്ച തീരുമാനത്തിലാണ്, അവനെ തന്നെ മതി. ഉമ്മ പരാജയപ്പെടുകയാണ്. രണ്ടാമത് വരുന്നത് വാപ്പയാണ്. ചിരിക്കുന്ന മുഖത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടന്നിരുന്ന വാപ്പ 18കാരിയുടെ മുമ്പിൽ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് കടന്നു വരികയാ. ഉപ്പയുടെ മുഖത്ത് സന്തോഷമില്ല. തന്റെ പൊന്നാര മകളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പാന്റെ പൊന്നുമോൾ അവനെ മറക്കണം, അവനുമായി നമുക്കൊരു ബന്ധമില്ല. പടച്ചവനെ, വാപ്പയും പരാജയപ്പെടുകയാണ്. ആ പെണ്ണിന്റെ തീരുമാനത്തിൽ 1% പോലും മാറ്റമില്ല. പിന്നെ പടച്ചവനെ, കുടുംബക്കാര് വന്നോ, കാരണവന്മാര് വന്നോ, കൂട്ടുകാര് വന്നോ, കൂടപ്പറപ്പ് വന്നോ, മഹല്ല് കമ്മിറ്റിക്കാര് വന്നോ, അവസാന പള്ളിയിലെ ഖതീബ് വന്നു. മരണവും ഖബറും നരകവും പരലോകവും മസ്റയുമല്ല ആ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു, മോളെ, ഈമാനില്ലാതെ മരിച്ചു പോകും മോളെ. എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലടോ. അവസാനം പടച്ചവനെ, കേസ് കോടതിയിലെത്തി. ജഡ്ജി ചോദിക്കുന്നു, 10-20 കൊല്ലം നിന്നെ പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കളെ വേണോ, അതോ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ചെറുപ്പക്കാരനെ വേണോ? 20 കൊല്ലം വളർത്തിയ മാതാപിതാക്കളെ വേണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് വേണ്ട.
ഇന്നലെ കണ്ടവനെ മതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ മാതാപിതാക്കള് നെഞ്ചുപൊട്ടികെട്ട് കരയുകയാ. പോകല്ലേ മോളെ, നാണം കെടുത്തല്ലേ മോളെ, ആത്മഹത്യ ചെയ്യലല്ലാതെ വേറെ വഴിയില്ല മോളെ. നെഞ്ചുപൊട്ടികെട്ട് മാതാപിതാക്കള് കിടന്ന് കരയുമ്പോ കണ്ണിന്റെ മുമ്പിൽ മാതാവ് തളർന്നു വീണാലും ആ മക്കളൊരു പരിഗണനയും കൊടുക്കാതെ ചിരിക്കുന്ന മുഖത്തോടെ ഒരു പേടിയില്ലാതെ അവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാ എന്റെ പൊന്നുമോൾ എന്തേ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ കണ്ണൊന്ന് നിറഞ്ഞാല്, എന്റെ മുഖത്തൊന്ന് സങ്കടം വന്നാ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന മകളായിരുന്നു. എന്തേ പടച്ചവനെ കരിമ്പാറയെ പോലെ ഇവളുടെ ഹൃദയമാകാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവര്, പ്രായമായിട്ട് പോലും നന്നാകാൻ പറ്റാത്തതിന്റെ കാരണമാ ഞാൻ പറയുന്നത്. മുസ്ലിമീങ്ങളെ ചാനലുകളിൽ കയറിയിരുന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ, കളിയാക്കുന്നവരുണ്ടല്ലോ, ഇസ്ലാമിന്റെ നിയമങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവരുണ്ടല്ലോ. നീ ചോദിക്കുമുണ്ട്, പടച്ചവൻ ഇവൻ എന്തേ ഇങ്ങനെ ആയിപ്പോയത്? ഇവന് മരണവും ഖബറുമെന്ന് വിശ്വാസമില്ലേ? മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ എന്ന അത്ഭുതത്തോടെ നിങ്ങൾ ചോദിക്കുന്നല്ലോ. അതിന്റെ കാരണമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രായം ചെന്നിട്ടും നിനക്ക് നന്നാകാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ചെറിയ മക്കള് എത്ര ഉപദേശിച്ചിട്ടും മരണമല്ല, ഖബറല്ല, നരകമല്ല, മസറയല്ല, എന്തെല്ലാം പറഞ്ഞു കൊടുത്തു, എത്ര കരഞ്ഞു നോക്കി, എന്നിട്ടും നമ്മുടെ മക്കള് നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടോ? അതിനെ നിസാരമായി കാണുന്നവരുണ്ടോ? അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവരുണ്ടോ? ആ കൊടുക്കാത്തവർക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ, പെങ്ങളെ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ല വാപ്പാ, ഒരിക്കലും നന്നാകില്ല പെങ്ങള്. എടാ ചെറുപ്പക്കാരാ, ഒരിക്കലും നന്നാകില്ല മക്കള്. കാരണം അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല, അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. നീയൊക്കെ തലകുത്തിക്കിടന്ന് ഉപദേശിച്ചാലും, കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താലും അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാൻ കേറൂല, അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറയുന്നത്, വൈന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരു കാലത്തും അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. നീ എത്ര ഉപദേശിച്ചാലും, നീ എത്ര കരഞ്ഞാലും, എന്തൊക്കെ കാണിച്ചു കൊടുത്താലും അവരുടെ മനസ്സറിയൂല. നീ എന്തു പറഞ്ഞാലും അവര് കേൾക്കില്ല. കാരണം എന്തെന്നറിയുമോ? നീ പറയുന്നത് കേട്ടാലല്ലേ അവർക്ക് അനുസരിക്കാൻ പറ്റൂ. അവര് കേൾക്കുന്നില്ല വാപ്പാ. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഉദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ.
നീ എത്ര കരഞ്ഞു പറഞ്ഞാലും നിങ്ങളുടെ മക്കൾ കേൾക്കൂല. അവരുടെ ചെവിക്ക് കേൾവിയില്ല, അവരുടെ ചെവിക്ക് കേൾവിയില്ല. അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ പൊന്നുപോലുള്ള ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ വാപ്പയുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവരുടെ ഹൃദയം അല്ലാഹു സീലി വെച്ചിരിക്കുകയാ. ചെവി അടച്ചു വെച്ചിരിക്കുന്നു, ഹൃദയം സീലി വെച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സീലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കാത് മാറ്റാൻ പറ്റുക? പിന്നെ ആർക്കാത് മാറ്റാൻ പറ്റുക? പച്ച മലയാളത്തിൽ പറഞ്ഞ അല്ല എഴുതി തെല്ലും ബാപ്പാ. പിന്നെ നന്നാക്കാൻ ഒരാളെ കൊണ്ടും പറ്റൂല. അങ്ങനെ ചിലർ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാറുണ്ടല്ലോ. പടച്ചവനെ പരിശുദ്ധമായ ദീനിനെ കളിയാക്കുന്നവർ, പരിഹസിക്കുന്നവർ. അവരുടെ പേര് അബൂബക്കർ എന്ന, സിറാജ് എന്ന, ആയിഷ എന്ന, ഖദീജ എന്ന. പക്ഷേ അവർ അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുകയാണ്. എന്തേ ഇവൻ ഇങ്ങനെ പറയുന്നത്? എന്തേ ഇവളിങ്ങനെ പറയുന്നത്? മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയില്ലേ അല്ലാ എന്ന അത്ഭുതത്തോടെ നമുക്ക് തോന്നുന്ന ചില കാര്യമുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഖുർആനിനെ ആദരിക്കാതിരുന്നാൽ, ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാതിരുന്നാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ അല്ലാഹു നിന്നെ എഴുതി തെള്ളും ബാപ്പാ. ചെറുപ്പക്കാരാ, അല്ലാഹു നിന്നെ എഴുതി തെള്ളും മോനെ. പിന്നെ എവിടെ രക്ഷപ്പെടാനാ? പിന്നെ നീ എവിടെ രക്ഷപ്പെടാനാ? ആരാ നിന്നെ രക്ഷപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഖുർആനാ സൂക്ഷിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്, നല്ലതുപോലെ ആലോചിക്കണേ. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ ഇരുന്നാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? ഖുർആൻ പറയുകയാണ്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? ഉസ്താദന്മാര് നിങ്ങളോട് പറയുമല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് മക്കളെ നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം, പെങ്ങളെ തലമറയ്ക്കണം, നരകത്തിലധികവും പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ആ ശിക്ഷകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുമ്പോ പരിഹാസമാണല്ലോ, കളിയാക്കലാണല്ലോ. പടച്ചവനെ, ഇന്നത്തെ യുവതലമുറയുടെ ചോദ്യം എന്തെന്നറിയുമോ? ഇന്നത്തെ യുവതലമുറയോട് ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് നരകമുണ്ടടാ മോനെ, നരകത്തില് ഭയാനകമായ ശിക്ഷയാണ്, നരകത്തിലധികമോ പെണ്ണുങ്ങളാണ്, പെങ്ങളെ തലമറച്ചുകൊണ്ട് നടക്കണം, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം. ഉസ്താദന്മാർ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞു കൊടുത്താൽ അവര് കളിയാക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറ ചോദിക്കുന്ന, ഉസ്താദേ എവിടെയാണ് നരകമിരിക്കുന്നത്? നിങ്ങൾ പറയുന്നത് അല്ലാഹു നരകം പടച്ചു വെച്ചിട്ടുണ്ടെന്നല്ലേ? എവിടെയാണ് നരകമിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിനടിയിൽ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിരിക്കുകയാണോ? കളിയാക്കുന്നടോ? നരകമുണ്ടെന്ന് പറയുമ്പോ ഇന്നത്തെ കുട്ടികൾ നമ്മളെ കളിയാക്കുകയാണ്. അവര് ചോദിക്കുന്നത് എവിടെയായിരിക്കുന്നതെന്ന്. ഇന്നത്തെ കുട്ടികൾക്ക് വിശ്വാസമില്ലടോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഞങ്ങളെ നരകമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്റെ യുവത്വത്തോട് ചോദിക്കട്ടെ, കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. അല്ലാഹുവിന്റെ നരകമുണ്ടെന്ന് ഞങ്ങളെ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് നരകം കണ്ടാ വിശ്വസിക്കുമോ ചെറുപ്പക്കാരാ? വിദ്യാഭ്യാസം കൂടിപ്പോയ പെങ്ങന്മാരെ, സ്വന്തം കണ്ണുകൊണ്ട് നരകം കണ്ടാ വിശ്വസിക്കുമോ മോള്?
എങ്കിൽ കാണും പെങ്ങള്. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകം നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സമയമുണ്ടോ. എപ്പോഴാണ് നരകത്തെ കാണുന്നതെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസം വരാറുണ്ടോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തില് ഖിയാമത്ത് നാട് കഴിഞ്ഞ് രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഹൃദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് 41 കോലത്തില് നിബിധങ്ങളുടെ സമുദായം കടന്നു വരുമെന്നാട്. പേടിച്ചു വിറച്ചവരെ പോലെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും തലതാഴ്ത്തി പിടിച്ചിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, ഉടുതുണിയില്ല മോനെ, നഗ്നനാണ് മോനെ, ചെരുപ്പ് ധരിച്ചിട്ടില്ല മോനെ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്. ഇന്ന് സൂര്യൻ നിൽക്കുന്നത് 15 ലക്ഷം കിലോമീറ്റർ മുകളിലാ. ആ സൂര്യന്റെ ചൂട് പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് വല്ലാത്ത ചൂടാണല്ലോ. ശരീരം വിയർക്കുന്നില്ലേ, ശരീരം വിയർക്കുന്നില്ലേ. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ആ സൂര്യനെ അല്ലാഹു താഴ്ത്തുകയാണ്. എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ചാണ് മുകളില് ആ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്തൊരു ചൂടായിരിക്കും, എന്തൊരു വിയർപ്പായിരിക്കും, എന്തൊരു പ്രയാസമായിരിക്കും. പടച്ചവനെ ചിന്തിച്ചാ പിടികിട്ടുന്നില്ലടോ. മഹാനായ തഴബ ഉസ്താദ് പറയുകയാ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. അടുക്കളയിൽ ചോറ് വെക്കുമ്പോ ഒന്ന് അടുത്തു പോകണേ മോനെ. ചോറ് വെക്കുന്ന കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുകയാണ്. കലത്തിന്റെ മുകളിലൂടെ ചോറിങ്ങനെ പുറത്തേക്ക് വെള്ളം ഇങ്ങനെ നിറഞ്ഞു ഒഴുകാറുണ്ടല്ലോ. ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് എന്റെയും നിങ്ങളുടെയും തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളയ്ക്കുകയാണ്, അത് തിളയ്ക്കുകയാണ്, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുകയാണ്. അതാണ് അല്ലാഹുവിന്റെ മഹ്ശറ. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ഞാനും നിങ്ങളും നിൽക്കുമ്പോ അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന്റെ ചാരത്തേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ, ഈ
ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീല്. അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്. പടച്ചവനെ അതാ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ സംഘത്തിനെ വിളിക്കുകയാണ്, തന്റെ അനുയായികളെ വിളിക്കുകയാണ്. ചങ്ങല എടുത്തുകൊണ്ടുവരാൻ 70,000 ചങ്ങല വലിച്ചു കൊണ്ടുവരികയാണ്. 70,000 ചങ്ങല വലിച്ചു കൊണ്ടുവരികയാണ്. നരകത്തെ അങ്ങ് കെട്ടുകയാണ്, നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാണ്. ചെറുപ്പക്കാരാ, ചങ്ങലയുടെ വലുപ്പമല്ല, കൊളുത്തുകൾ ചേർത്ത് വെച്ചല്ലേ ചങ്ങലയുണ്ടാക്കുന്നത്. കൊളുത്തുകൾ ചേർത്ത് വെച്ചല്ലേ ചങ്ങലയുണ്ടാക്കുന്നത്. ചങ്ങലയുടെ വലുപ്പമല്ല, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ. ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുപ്പമാ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ടുവരികയാണ്. നരകത്തെ കെട്ടുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളാണ് പിടിക്കുന്നത്. അല്ലാ, തലതാട്ടി പിടിച്ച് കരഞ്ഞുകൊണ്ട് നരകത്തെ കൊണ്ടുവരികയാ. എവിടെയാണ് നരകമെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ മലക്കുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ എവിടെയാണെന്ന് ചോദിച്ച പെങ്ങള്, കളിയാക്കിയ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിനോട് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, നരകം കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, നരകത്തിന്റെ ശിക്ഷ കണ്ടു റബ്ബേ. വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത്, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേൾക്കുന്നു. അല്ലാ, ഫർജിഅനാ ഫർജിഅനാ, എനിക്കൊരു ചാൻസ് കൂടെ തരണേ എന്ന് നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് നിങ്ങളോട് പറയും 5 നേരം നിസ്കരിക്കാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഉസ്താദന്മാർ അർത്ഥം പറഞ്ഞു, മക്കളെ പഠിക്കണം, മക്കളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം, നിസ്കരിക്കണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം, മക്കളെ ഈ ഔറത്തൊക്കെ ഒന്ന് മറച്ച് നടക്കണം, പെണ്ണുങ്ങളോട് നിങ്ങളൊന്ന് തലമറയ്ക്കണം, ഔറത്ത് മറയ്ക്കണം. നിങ്ങൾ ഇങ്ങടെ പണി നോക്കൂ ഉസ്താദേ. ഇന്നത്തെ കുട്ടികൾക്കൊന്നും വിശ്വാസമില്ലടോ. നമ്മളൊക്കെ പറയുമ്പോ പരിഹാസവും കളിയാക്കലുമാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ ഈമാൻ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ഒരു കളിയും തമാശയും എല്ലാവർക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു ഇതെല്ലാം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു രംഗമുണ്ട്. നിസ്കരിക്കാൻ പറയുന്ന ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തുകൾ ഒതുകിട്ട് പറയുന്ന, മക്കളെ നിങ്ങൾ 5 നേരം നിസ്കരിക്ക്. ബക്കറ്റ് എടുക്കാൻ സമയമായോ? ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ? അവിടെ നിന്ന് വഴുത് വെക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ. വഴുതിന് വന്നപ്പോൾ തന്നെ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട്, അളിയാ ബക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോകണമെന്ന്. അപ്പോൾ അവരിവിടെ കേൾക്കട്ടെ, അതുകൊണ്ടായി ബക്കറ്റ് പിന്നെടുക്കാൻ പറഞ്ഞു. അല്ലാതെ നിങ്ങളോടുള്ള വാശി കൊണ്ടൊന്നുമല്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക്, നമുക്കുള്ളത് നമുക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തുകൾ ഒതുകിട്ട് നിസ്കരിക്കണം. എൻ്റെ പൊന്നാര ഉസ്താദെ, നിങ്ങൾ എത്ര വഴുതു പറഞ്ഞാലും ഞങ്ങൾ മാറത്തൊന്നുമില്ല. നിങ്ങൾ തൊണ്ടയിലെ വെള്ളം പറ്റത്തേ ഉള്ളൂ. ഇവിടെ ഇന്നത്തെ കുട്ടികളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ എവിടെ? അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരും അത് പറഞ്ഞു കൊടുക്കാറില്ലടോ. ഇന്നത്തെ മാതാപിതാക്കളൊക്കെ ഇപ്പൊ SLC പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ടും കാത്തിരിക്കുകയാ. അല്ലാഹു നമ്മുടെ മക്കളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം കൊടുക്കണേ റഹ്മാനെ. ഇന്ന് എൻട്രൻസിന്റെ കണ്ട പരീക്ഷ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അല്ലാഹുവേ നീ വിജയം കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് A+ കിട്ടിയില്ലെങ്കിൽ മക്കൾ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. കാരണം എന്തേ?
പടച്ചവനെ ഉമ്മായിക്ക് മക്കളുടെ ഫ്ലെക്സ് പോസ്റ്റ് വെക്കാനുള്ളതാ, കാത്തിരിക്കുക ഫോട്ടോ ആയിട്ട്. A+ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? മക്കളെ മാക്സിമം പീഡിപ്പിക്കുകയാണ്. ഒരു പയ്യൻ എന്നോട് പറഞ്ഞൊരവസ്ഥയുണ്ട്, എൻ്റെ ഉമ്മയുടെ ആർത്തി ഒന്ന് മാറാൻ ദുആ ചെയ്യണം ഉസ്താദ്, അത്യാഗ്രഹം മാറാൻ. ഞാൻ ചോദിച്ചു എന്താ മോനെ? ഉമ്മയ്ക്ക് മൊത്തം A+ വേണം ഉസ്താദ്. ഞാനല്ലേ പഠിക്കണേ, സമാധാനം കിട്ടണ്ടേ. എടോ ഈ A+ വാങ്ങുന്നത് എന്തിനാ? ഉമ്മാക്ക് ഫ്ലെക്സ് വെക്കാം, വേറെ ഒന്നുമല്ല, സ്റ്റാറ്റസ് ഇടണ്ടേ. എൻ്റെ മക്കൾക്ക് A+ മൊത്തവും കിട്ടിയെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടണം, അതിനു വേണ്ടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓരോ മാതാവും തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ? പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇന്ന് മക്കൾക്ക് മാതാപിതാക്കൾ, ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലടോ, നമ്മളൊക്കെ ചെറുപ്പകാലം കഴിഞ്ഞു വന്നവരല്ലേ. ഈ ഇരിക്കണ പ്രായമുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങളുടെ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് പറയും, വാപ്പ ഒരു മുട്ടായി വാങ്ങിത്താ വാപ്പ, ഒരു സിപ്പപ്പ് വാങ്ങിത്താ വാപ്പ. അല്ലേ? നമ്മൾ നമ്മുടെ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് പറയുന്നത് മുട്ടായി വാങ്ങിത്തരാനാ. ഉപ്പ എനിക്ക് അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താ എന്ന് പറഞ്ഞ് മക്കൾ പറയുന്നത് അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ മക്കൾ എന്താ പറയണത്? വാപ്പ പൈസ താ വാപ്പ എന്നാ ചോദിക്കണേ, മുട്ടായി വാങ്ങിത്താന്നല്ല പറയണേ, പൈസ താന്നാ പറയുന്നത്. കാരണം എന്തേ? പൈസയോട് ഇന്നത്തെ മക്കൾക്കൊരു വല്ലാത്ത അത്യാഗ്രഹമാണ്. അത് കാരണം ഉമ്മമാരാണ് അങ്ങനെ ആക്കിയത്. ഇവരുടെ ആർത്തി. ഇവർ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനോട് അള്ളാഹയെക്കുറിച്ചോ നബിതങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞു കൊടുക്കണേ. നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, 1ാം റാങ്ക് നിനക്കായിരിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, നല്ല സാലറി കിട്ടൂ, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. എടാ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ചുമ്മാതല്ലേ അവൻ കഞ്ചാവ് കച്ചവടത്തിന് നടക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ കഞ്ചാവ് കച്ചവടത്തിന് നടക്കാനുള്ള കാരണം എന്താ? ഈ തള്ളയാ പറഞ്ഞു കൊടുത്തത് പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി നോക്കുന്നു. എടാ എന്തിനാടോ പണം? എടാ ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് എന്താ? അൽഹംദുലില്ലാ അവനും അവൻ്റെ കുടുംബത്തിനും എല്ലാ ദിവസവും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നേ? നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്നേ? നമുക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും എല്ലാ ദിവസവും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതല്ലേ നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിനെന്തിനാ കഷ്ടപ്പെടുന്നേ? അതിനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ ഉമ്മ, നീ ഖുർആൻ നോക്ക്, അള്ളാന്റെ ഖുർആൻ നോക്ക്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ തരാം, കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ തരാം. അതിനെന്ത് ചെയ്താൽ മതി? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, നിനക്ക് കഴിക്കാൻ ഭക്ഷണമാണോ വേണ്ടേ? ഞാൻ തരാം. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സൂറത്താടാ ഹാഫിദ് നിങ്ങളെ? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. ഓതറ ചങ്ങായിമാരെ, നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വ. ഏത് സൂറത്താ? സൂറത്ത് ത്വാഹ അല്ലേ? സൂറത്ത് ത്വാഹ അല്ലേ? സൂറത്ത് ത്വാഹയുടെ 132-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. ഈ ആയത്തിന്റെ അകത്ത് അള്ളാഹു പറയുകയാ, 5 നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5 നേരം നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ള തരൂന്ന അള്ള പറഞ്ഞ്. നിസ്കരിച്ചാൽ പോരെ, ഭക്ഷണം കിട്ടൂലേ? നിസ്കരിക്കുന്നവന് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നമ്മൾ പഠിക്കേണ്ടത്. ഇതാ പറഞ്ഞ ഖുർആൻ പഠിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്. ഇതൊക്കെ ഇന്നത്തെ കുട്ടികളോട്, പെങ്ങളോട് പറയുന്ന, മക്കളെ തലമറച്ച് നടക്ക്, നീ ഇങ്ങനെ നടക്കല്ലേ, നിന്റെ മുടിയും പുറത്ത് കാണിച്ച് ഔറത്തും പുറത്ത് കാണിച്ച് നീ ഇങ്ങനെ നടക്കല്ലേ. എൻ്റെ പൊന്നുസ്താദ്, നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ ഇതാ ഉസ്താദിന് എന്തെങ്കിലും നടന്നാൽ മതി. ആസ്വദിക്കാനുള്ളതാ ജീവിതം. പണ്ട് പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോൾ തലയിൽ തുണിയിടും, ഇന്നത്തെ പെണ്ണുങ്ങൾ ഉള്ളതുകൂടെ ഊരിക്കളയും. അതാ അവസ്ഥ. എടാ ഉസ്താദ് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഓവറായി കാണിക്കുന്ന ഒരു കാലം. ഇത് പറയുമ്പോ കളിയാക്കല, ഇത് പറയുമ്പോ പരിഹാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തു പറഞ്ഞാലും കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഉസ്താദേ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിച്ചോ മക്കള്, നല്ലതുപോലെ ആസ്വദിച്ചോ മക്കള്. അള്ളാനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടന്നോ. എന്നാൽ അങ്ങനെ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഖുർആനിലെ ഒരായത്താ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഏതെന്നറിയുമോ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന
മിൻ അലക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് ഇതാണല്ലോ. ഇനി അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയുമോ പെങ്ങള്? വഅദകൾ കാമെന്ന പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആസ്വദിച്ച് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയുമോ? ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ചരിത്രം പറയുകയാണ്. ഒരിക്കൽ സ്വഹാബത്ത് യുദ്ധത്തിന് പോവുകയാണ്. സ്വഹാബത്ത് യുദ്ധത്തിന് പോയപ്പോ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സഹാബികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി, അവളോട് വല്ലാത്ത പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് തന്റെ ആഗ്രഹം പറയുകയാണ്. എല്ലാവരും പറഞ്ഞു വേണ്ട മോനെ, വേണ്ട മോനെ. അനുസരിക്കാതെ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് ചെന്ന് തന്റെ ആഗ്രഹം പറയുകയാണ്. ആ പെണ്ണ് പറഞ്ഞു യഹൂദിയായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു നീ എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ, നിന്റെ മതം വലിച്ചെറിഞ്ഞിട്ട് നീ ഞങ്ങളുടെ മതത്തിൽ വന്നാൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. പടച്ച റബ്ബേ, എല്ലാവരും ഉപദേശിച്ചിട്ടും അവൻ കേൾക്കാൻ തയ്യാറായില്ല. അവസാനം ആ പെണ്ണിന്റെ യഹൂദ മതത്തിലേക്ക് കടന്നു ചെന്നു. അവസാനം ആ പെണ്ണുമായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, യുദ്ധം പോലും പരാജയപ്പെട്ടു. അവസാനം ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരൻ താമസിക്കുന്ന ഗ്രാമത്തിലൂടെ പോകുമ്പോ പണ്ട് കൂടെ വന്നൊരു പെണ്ണിനെ കണ്ടു മതം മാറിയ ഒരു ചെറുപ്പക്കാരനെ ഓർമ്മ വന്നു. അവസാനം തിരയുകയാണ്, കണ്ടുപിടിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുകയാണ്. അവസാനം അവനെ കണ്ടപ്പോ അവന്റെ ജീവിതത്തെ കുറിച്ച് അവിടെ നിന്ന് ചോദിക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ ചോദിച്ചു, മോനെ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ ഹാഫിളായിരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകൾ പഠിച്ചവനായിരുന്നല്ലോ, നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? വല്ലതും ഓർമ്മയുണ്ടോ? ആ മതം മാറി പെണ്ണ് കെട്ടിയ ഹാഫിളായ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താ? എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഒരേ ഒരായത്തെ എനിക്ക് ഓർമ്മയുള്ളൂ, ഒരേ ഒരായത്തെ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. എനിക്കൊരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവനെ മറന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യ, അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിന്നോട് പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഏതായത്ത് മറന്നാലും ഈ ഒരായത്ത് മറക്കല്ലേ, ഈ ഒരായത്ത് മറക്കല്ലേ. ഏതായത്താണെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാടാ സിറാജ്? എവിടെ പോകാനാടാ സിറാജ്? നീ എവിടെ പോയാലും നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് തന്നെ കൊണ്ടുവരുമടാ. അമ്മ സിറാജിനോട് പറയുകയാണ്, നീ എത്ര ഉയരങ്ങളിലെത്തിയാൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും സിറാജ്, നീ ഒരു ദിവസം എന്റെ മുമ്പിലേക്ക് മടങ്ങി വരുമടാ. നീ ഓർത്തു വെച്ചോ സിറാജ്, നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. ഓം തോടിയാ എവിടെ വരെ പോകും? നീയൊക്കെ എവിടെ വരെ പോകാനാ? വീഴുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഒരു ദിവസം വീഴുമ്പോള് നിന്റെ വാപ്പ പോയതുപോലെ നീയും പോകും വാപ്പാ. നിന്റെ ഉമ്മ പോയതുപോലെ ഒരു ദിവസം നീയും പോകേണ്ടവരാ. അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരും, നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരും. അന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ.